അന്ന എവിടെ പോവാ അന്ന? എന്താ പള്ളിയാണോടി? ഓക്കെ. അന്നയുടെ പ്ലേ സ്കൂൾ എത്തിയല്ലോ. അന്ന ഞാൻ കാണുന്ന കേട്ടോ അന്നയുടെ പ്ലേ സ്കൂള്. അന്ന നല്ല എക്സൈറ്റഡ് ആണ്. അന്ന ടീച്ചറെ കാണുമ്പോൾ എന്ത് പറയണം? അയ്മാനം പാസ് യൂറിന്നല്ല, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയണം. ഓക്കെ. ഇല്ല ഇല്ല. ഓക്കെ. സിനിമപ്പടെ കയ്യെ പിടിച്ചു. ഞാൻ കയറണോടി? ഞാൻ കയറണോ? ഇതാട്ടോ അന്നയുടെ നഴ്സറി പ്ലേ സ്കൂൾ. ഹെറോൺ എന്നാണ് പേര്. ഹെറോൺ ഡേ നഴ്സറി. കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ട്. 0 to 5 years ആഫ്റ്റർ സ്കൂൾ കെയർ ഹോളിഡേ ക്ലബ്. കൊള്ളാം. അന്ന പ്ലേ സ്കൂളൊക്കെ കണ്ടപ്പോൾ നല്ല ഉഷാറായിട്ട് കയറിപ്പോയിട്ടുണ്ട്. നമ്മളെ നോക്കി പോലും ഇല്ല. പക്ഷേ ഞങ്ങളിവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം പുറത്ത്. ബിക്കോസ് ആദ്യത്തെ ദിവസമല്ലേ. അവൾക്കാണെങ്കിൽ ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉണ്ട്. കരയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ്. ചെറിയൊരു ടെൻഷനിലാണ്. നോക്കട്ടെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കൊച്ചു നല്ല കരച്ചിലാട്ടോ അകത്ത്. ഞങ്ങളൊന്ന് പോയി നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുപോകണ്ട, 1 hour കഴിഞ്ഞ് കൊണ്ടുപോകാം, അവളൊന്ന് സെറ്റിലാവട്ടെ. ബിക്കോസ് പിള്ളേർക്ക് മനസ്സിലാവണമല്ലോ അവിടുത്തെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുപോകണ്ടാന്ന്. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അമ്മ നല്ല ടെൻഷനിലാണ്. അതെ, ടെൻഷനാണ് എടി. ഞാൻ പോയി നോക്കിയില്ലേ ഇപ്പം. പോണോ? നീ പോയി നോക്കി. ഇതൊക്കെ അറിയുന്നതാണ് പ്രശ്നം. നാട്ടിൽ നിന്ന് പപ്പയും മമ്മിയാണേ. അപ്പോൾ അന്നനെ സ്കൂളിൽ കൊണ്ടുപോകുന്നൊക്കെ കണ്ടപ്പോൾ അവർ വിളിച്ചതാണ് വീഡിയോ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ കാണിച്ചു കൊടുക്കുക സ്കൂളും കാര്യങ്ങളൊക്കെ. ഭയങ്കര കരച്ചില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ അവര് വിട്ടില്ല പുറത്തോട്ട്. ഞങ്ങൾ ചെന്ന് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ മുട്ടി. പക്ഷെ അവര് വിട്ടില്ല. അവര് പറഞ്ഞു നിങ്ങൾ ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവള് നാളെ ഈ സെയിം തന്നെ കരയും. എന്നിട്ട് അവര് വിട്ടില്ല പുറത്തോട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വന്ന് പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആയി. പട്ടിയുടെ ഒക്കെ എടുത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ പേപ്പറും ബുക്കൊക്കെ കൊടുത്തപ്പോൾ ഇറങ്ങി വരുന്നുണ്ടല്ലോ. അമ്മ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ കൊച്ചിനെ എടുക്കാൻ വേണ്ടിയിട്ട്. കരച്ചിലൊക്കെ കേട്ടപ്പോൾ ടെൻഷൻ കയറിയത്. ഇതുവരെ മാറിയിട്ടില്ല. അപ്പം 3 മണിയായി. അതായത് ഏകദേശം 1 hour നമുക്കിപ്പോൾ വിടാൻ പറ്റുള്ളല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അപ്പം കൊച്ചിനെ എടുക്കാൻ പോവാണ്. We've been playing with, we've got a nursery dog, a therapy dog. She loved the dog and she was stroking him and he's gone, so she's got upset. Okay. But she has been playing like so. She has not been crying. കുഴപ്പമില്ല കേട്ടോ. നമുക്കിങ്ങനെ എല്ലാ ദിവസം വരണ്ടേ? ഇങ്ങനെ സ്കൂളിൽ വരണ്ടേ? സ്കൂളിൽ വരാത്ത നല്ല ടീച്ചറാണല്ലോ അവിടെ. ഡോഗിൻ ടീച്ചർ പറഞ്ഞല്ലോ അന്ന നന്നായിട്ട് എഴുതി എന്നൊക്കെ പറഞ്ഞല്ലോ. എവിടെയെങ്കിലും എഴുതി എന്നാ പേപ്പറിൽ എഴുതിയോ? ആണോ? കൊച്ചു എന്നിട്ട് കളർ അടിച്ചോയില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തെറ്റി കുറച്ചേക്ക് നിങ്ങൾ ഇങ്ങനെ കുറച്ചേക്കുന്നു. കൊച്ചു കറക്റ്റായിട്ട് അതിന് താഴെ ഞാൻ ഇങ്ങനെ കുറച്ചേക്കുന്ന കണ്ടു. ഇങ്ങനെ എഴുതി വെച്ചേക്കും. അന്ന എഴുതിയില്ലേ? അന്ന എഴുതിയില്ലേ? ഞാൻ അതാ ടീച്ചർ ഞങ്ങളോട് വന്ന് പറഞ്ഞു. പുറത്ത് വന്നിട്ട് പറഞ്ഞു അന്ന നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ. ഇത് എവിടുന്ന് പഠിച്ചതെന്ന് ചോദിച്ചു. കൊച്ചിന്റെ പ്ലേ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല, നാളെ പോലെ വരുന്നില്ല. എന്നാ നല്ല ടീച്ചേഴ്സ് ആണല്ലോ എന്നാ? അല്ല നല്ല ടീച്ചേഴ്സ് അല്ലേ? ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ഫ്രണ്ട്സ് ആണല്ലോ. നമുക്ക് ഇനിയും വരണം കേട്ടോ.